അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അലി മുസ്ലിയാരെ പറ്റി നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, അലി മുസ്ലിയാരെ നമ്മൾ എവിടെ വെച്ച് വായിക്കും. അതിപ്പോൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മക്കത്ത് വെച്ച് വായിക്കണോ, മലബാറിൽ വെച്ച് വായിക്കണോ, മലപ്പുറത്ത് വെച്ച് വായിക്കണോ, ചെമ്മാട്ട് വെച്ച് വായിക്കണോ, തിരുവങ്ങാട് വെച്ച് വായിക്കണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ എവിടെ സ്പേഷ്യലി ഈ ജോഗ്രഫിക്കലി നമ്മൾ എവിടെയാണ് അലി മുസ്ലിയാരെ ലൊക്കേറ്റ് ചെയ്യുക. ഇത് അലി മുസ്ലിയാരുടെ മാത്രം പ്രശ്നമല്ല, ഇത് മലബാറിന്റെ തന്നെ സവിശേഷമായ ഒരു പ്രശ്നമാണ്. മലബാർ അതിന്റെ ചരിത്രപരമായി പരിശോധിക്കുകയാണ് എങ്കിൽ അതിനകത്തുണ്ടായിരുന്ന വാണിജ്യപരവും ആത്മീയപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള അതിൻ്റെ ബന്ധങ്ങൾ അത് വളരെയധികം സർവദേശീയമായി നിലനിന്നിരുന്ന ചില ബന്ധങ്ങളാണ്. നമ്മൾ സാധാരണഗതിയിൽ കേരളത്തിൽ ഇസ്ലാമിൻ്റെ ആഗമനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാലിക് ദീനാറും കൂട്ടരും കപ്പലേറി വന്നതിനെ കുറിച്ചുള്ള നമ്മൾ സംസാരിക്കാറുണ്ട്. അതിനുശേഷം ഇത് പ്രവാചകന്റെ അതേ സമയത്ത് തന്നെ ആയിട്ടാണ് പറയുന്നത്. സൈർമാൻ പെരുമാളിന്റെ ഇസ്ലാം മത സ്വീകരണം കാര്യങ്ങളൊക്കെ, അതായത് 7-ാം നൂറ്റാണ്ട് 620 630 AD. അതിനുശേഷം ഒരു 15-ാം നൂറ്റാണ്ട് വരെ നമുക്കൊരു ഗ്യാപ്പാണ്. ആ സമയത്തോടെ എന്താ സംഭവിച്ചത് നമുക്ക് വലിയ ധാരണകളില്ല. പിന്നെ അതേസമയം 12-ാം നൂറ്റാണ്ടിലുള്ള 1-2 കിതാബുകളൊക്കെ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ 15-ാം നൂറ്റാണ്ട് മുതൽ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഇടപെടലുകൾ വഴിയുള്ളതൊക്കെ ആയിട്ടുള്ള രേഖപ്പെടുത്തപ്പെട്ട ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അപ്പൊ ഈ സമയത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മലബാറിന്റെ ആഗോളപരമായ ബന്ധങ്ങൾ അത്രയും ശക്തമായിരുന്നു. 1-2 ഉദാഹരണം പറഞ്ഞാൽ, 12-ാം നൂറ്റാണ്ടിൽ തന്നെ ഈജിപ്തിലെ സുൽത്താന്റെ പേര് മലബാറിലെ പള്ളികളിൽ വെള്ളിയാഴ്ച ജുമക്ക് ശേഷം അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, പിന്നെ അതിനുശേഷം 15-ാം നൂറ്റാണ്ടോടുകൂടി ഒട്ടോമൻ സുൽത്താൻമാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, ഇതിൻ്റെ വ്യക്തമായ തെളിവുകൾ ആൾറെഡി പല രീതികളിൽ ഇപ്പോൾ മുഹമ്മദ് ദഫ്ലരി എന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത് തുർക്കിയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ചില രേഖകൾ. അപ്പോൾ ആ രേഖകളിൽ കപ്പലുകളിൽ കൊണ്ടുപോകപ്പെട്ടിട്ടുള്ള ചരക്കുകളുടെ വിശദാംശങ്ങളാണ് ഉള്ളത്. പക്ഷെ ആ വിശദാംശങ്ങളിൽ മലബാറിലെ പള്ളികളിലേക്ക് ഒട്ടോമൻ ഖലീഫ കൊടുത്തിരുന്ന ഗിഫ്റ്റുകൾ, സമ്മാനങ്ങൾ, അതുപോലെ ഇവിടുത്തെ കാളിമാർക്കും ഹത്തീബുമാർക്കും കൊടുത്തിട്ടുണ്ടായിരുന്ന പാരിതോഷികങ്ങൾ, ഇവയെക്കുറിച്ചുള്ള കൃത്യമായ ഡീറ്റെയിൽസ് ഉണ്ട്. എന്നിട്ട് അതിൽ പറയുന്നുണ്ട്, ഇവിടുത്തെ ഈ പള്ളികളിൽ നിന്ന്, അതിൽ ചില ഭാഗത്ത് 14 പള്ളി എന്ന് പറയുന്നുണ്ട്, ചില ഭാഗത്ത് 21 പള്ളി എന്ന് പറയുന്നുണ്ട്, അതിൽ നിലമ്പൂരിലെ പള്ളി എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, നിലമ്പൂര്, ബേപ്പൂര്, ചാലിയം, ഇങ്ങനെ ഒരുപാട് പള്ളികൾ എടുത്ത് പറയുന്നുണ്ട്. ഇവിടുത്തെ പള്ളികളിലേക്ക് അവിടുന്ന് പാരിതോഷികങ്ങൾ അയക്കുന്നു, ഇവിടുത്തെ പള്ളികളിൽ നിന്ന് ഒട്ടോമൻ ഖലീഫക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആഗോളപരമായ ബന്ധം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ മലബാറിനെ ആലി മുസ്ലിയാരൊക്കെ തന്നെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മലബാറിനെ മാത്രം പഠിച്ചാൽ മതിയാവില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മമ്പുറം തങ്ങൾ. മമ്പുറം ഫലൽ തങ്ങളെ നമ്മൾ മലബാറുകാരനായിട്ടാണോ പഠിക്കേണ്ടി? മൂപ്പര് 1852 ശേഷം മലബാറിൽ നിന്ന് നാട് കടത്തപ്പെട്ടതിന് ശേഷം തിരിച്ചു വരുന്നില്ല. പിന്നെ 1900 മരിക്കുന്നത്. 48 വർഷം അദ്ദേഹം മലബാറിന്റെ പുറത്താണ് താമസിക്കുന്നത്. അതിനു മുമ്പും ഒരുപാട് തവണ മക്കത്തേക്ക്, ഇസ്താംബൂൾക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിന്റെ ബഹുഭൂരിഭാഗവും മലബാറിന്റെ പുറത്ത് താമസിച്ച മമ്പുറം ഫضൽ തങ്ങൾ. അപ്പോൾ മമ്പുറം ഫضൽ തങ്ങളെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ മാത്രം പഠിച്ചാൽ മതിയാവില്ല, ചിലപ്പോൾ ഇസ്താംബൂളിലും പഠിക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഒരു സവിശേഷമായ സാഹചര്യം മലബാറിനെയും ആലി മുസ്ലിയാരെയും പഠിക്കുമ്പോൾ ഉണ്ട്. ഇതുപോലെ തന്നെയാണ് രണ്ടാമതായിട്ട് അതിൻ്റെ ഒരു സമയക്രമം. നമ്മൾ ആലി മുസ്ലിയാരുടെ ഒരു പോരാട്ടത്തെ നമ്മൾ എവിടെ വെച്ചാൽ പഠിക്കേണ്ടി? 921 ജൂൺ മാസത്തിൽ
ആലി മുസ്ലിയാര് ചേറൂര് ശുഹദാക്കളുടെ ഖബർ സന്ദർശിക്കുന്നു. അതിനുശേഷമാണ് പോരാട്ടം പ്രഖ്യാപിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഫെബ്രുവരി 17 മരിക്കുന്നു. അപ്പൊ ഈ ഒരു കാലഘട്ടമാണോ നമ്മൾ ആലി മുസ്ലിയാരുടെ പോരാട്ട കാലഘട്ടമായി പരിഗണിക്കേണ്ടത്? അതല്ല മൊയ്മലമാൾ സൂചിപ്പിച്ചതുപോലെ അതിനു മുമ്പുള്ള ഒരു ആലി മുസ്ലിയാരുടെ തന്നെ ജീവിതം, അതിൻ്റെ അകത്തുള്ള വൈജ്ഞാനിക ഇടപെടലുകൾ, ആ സമയത്തുള്ള പോരാട്ടങ്ങൾ, അതിലുള്ള ഈ നേതാക്കന്മാരുടെ കൊടുക്കൽ വാങ്ങലുകൾ, ഇനി അതുമല്ല അതിൻ്റെ ഒന്നും കൂടി പറകിലേക്ക് പോയാൽ ഉമർ ഖാലി അതല്ലെങ്കിൽ മമ്പുറം തങ്ങൾ, ഇവരെയും കൂടി വെച്ചാണ് നമ്മൾ പഠിക്കേണ്ടി വരിക. അതല്ല ഇനി അവിടുന്ന് പിറകോട്ട് പോയാൽ ടിപ്പുവിന്റെ വരവ്, ഇനി അവിടുന്ന് പിറകോട്ട് പോയാൽ മഹദൂംമാര്. അപ്പൊ ഇങ്ങനെ എവിടെ വെച്ചിട്ട് നമ്മൾ മലബാർ സമരത്തെ പറ്റി പഠിക്കേണ്ടത്? അപ്പൊ മലബാർ സമരം സമയക്രമത്തിലും അതിൻ്റെ ജോഗ്രഫിക്കലായിട്ടും നമ്മുടെ അതിരുകളെ ഭേദിക്കുന്ന ഒരു പ്രതിഭാസം അതിനുണ്ട്. അപ്പൊ അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മാത്രമേ മലബാർ സമരത്തെ ആ അതിരുകൾ ഭേദിച്ചുകൊണ്ട് ഇന്ന് വായിക്കാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ 21 കഴിഞ്ഞു. പിന്നെ നമ്മൾ അങ്ങനെ ആലോചിച്ചാൽ മലബാർ സമരത്തെ അത് വിജയം കണ്ടോ ഇല്ലയോ എന്ന രീതിയിൽ ആലോചിച്ചാൽ ഈ 20 ദിവസം അല്ലെങ്കിൽ 4 മാസം അല്ലെങ്കിൽ 6 മാസം മാക്സിമം വാര്യംകുന്നത്തിന്റെ ഒരു ഭരണം ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം അത് പരിപൂർണ്ണ തകർക്കപ്പെട്ടു. ഒരുപാട് ആളുകൾ ഷഹീദായി, സ്ത്രീകളും കുട്ടികളൊക്കെ വിധവകളായി, അനാഥരായി, നഷ്ടങ്ങൾ മാത്രം. അപ്പൊ ഈ നഷ്ടങ്ങൾ മാത്രമുള്ള ഒരു ചരിത്രത്തെ നമ്മൾ എന്തിനാ വീണ്ടും വീണ്ടും ഓർക്കുന്നത്? ഇങ്ങനെ നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അവിടെയാണ് സമര പോരാട്ടങ്ങളുടെ മറ്റൊരു ചരിത്രത്തെ കൂടി നമ്മൾ അടയാളപ്പെടുത്തേണ്ടി വരുന്നത്. അത് ആ കാലഘട്ടത്തിന്റെ സമയക്രമത്തെ ഭേദിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ ഒരുപക്ഷെ ആലി മുസ്ലിയാരുടെ ഒരു ഇടപെടലിനെ വായിക്കാൻ പറ്റിയ ഒരു നല്ല സന്ദർഭമാണ് ശരിക്ക് ചേറൂര് ശുഹദാക്കളെ ഖബർ സന്ദർശിച്ചുകൊണ്ട് അദ്ദേഹം പുരാൻ തുടങ്ങുന്ന ഒരു വിഷയം. എന്താണ് ചേറൂര് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? ചേറൂര് മമ്പുറം തങ്ങളുടെ തന്നെ സുഹൃത്തായിരുന്ന കൃഷ്ണപ്പണിക്കര്, ജന്മി കൃഷ്ണപ്പണിക്കരുടെ വീട്ടിൽ പണിയെടുത്തിരുന്ന ഒരു കീഴാള സ്ത്രീ. ഈ കീഴാള സ്ത്രീ ഇസ്ലാം സ്വീകരിക്കുന്നു. അവർ മാറമറക്കാൻ തുടങ്ങുന്നു. അതോടുകൂടി ഈ ജന്മിക്ക് പ്രശ്നമാവുന്നു. അതിൻ്റെ പരാതി പറയാൻ വേണ്ടിയിട്ട് മമ്പുറം തങ്ങളുടെ അടുത്ത് വരുന്നു. മമ്പുറം തങ്ങളുടെ ആശീർവാദത്തോടു കൂടി തന്നെ മാപ്പിള പോരാളികൾ, മമ്പുറം തങ്ങൾ നേരിട്ട് അതിൽ ഇടപെട്ടെന്നും പറയുന്നുണ്ട്, ഈ കൃഷ്ണപ്പണിക്കരെ വകവരുത്തുന്നു. പോരാളികൾ ഷഹീദാവുന്നു. ഈ ഷഹീദായ സ്ഥലത്ത് ബ്രിട്ടീഷുകാർക്ക് അന്നേ ധാരണയുണ്ട്, ശുഹദാക്കൾക്ക് മുസ്ലിം സമൂഹം കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രാധാന്യം, അവരുടെ ശരീരത്തിന്, അവരുടെ ശുഹദാക്കളുടെ ശരീരത്തിന് മുസ്ലിം സമൂഹം കൽപ്പിക്കുന്ന ഒരു പ്രാധാന്യം കൃത്യമായ ബോധ്യം ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ആ ശരീരം കത്തിക്കാൻ ശ്രമിച്ചു, ചെറു ശുഹദാക്കൾ ശരീരം. പക്ഷെ അത് കത്തിയില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം അവിടെ തന്നെ ചെറൂർ തന്നെ മറവ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ബ്രിട്ടീഷുകാർ കാവൽ നിൽക്കാണ്. ബ്രിട്ടീഷ് പട്ടാളം കാവൽ നിൽക്കുന്നു മാപ്പിളരോടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അടയാളങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് വില്യൻ ലോകം പറയുന്നുണ്ട്, 2000-ഓളം മാപ്പിളമാര്, മമ്പുറം തങ്ങളുടെ നിർദ്ദേശപ്രകാരം 2000-ഓളം മാപ്പിളമാര് സംഘടിച്ച് ബ്രിട്ടീഷ് ബാരിക്കേഡുകൾ ഭേദിച്ചുകൊണ്ട് അവിടെ പോയി അവരുടെ മയ്യത്തെടുത്ത് ഇസ്ലാമിക ആചാരപ്രകാരം മറമടക്കി. അങ്ങനെയാണ് മയ്യത്തുകൾ ഇവിടെ എത്തുന്നതെന്ന്. അപ്പൊ ഇങ്ങനെ ശുഹദാക്കൾക്ക് മുസ്ലിം സമൂഹം കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രാധാന്യത്തെ കൂടി അത് വെളിപ്പെടുത്തുന്നുണ്ട്. അതേ പ്രാധാന്യത്തെയാണ്, ആ മമ്പുറം തങ്ങളുടെ അതേ ട്രഡീഷനെയാണ് യഥാർത്ഥത്തിൽ ആലി മുസ്ലിയാര് ജൂൺ 1921 അതേ മക്കബറ സന്ദർശിച്ചുകൊണ്ട് വീണ്ടെടുക്കുന്നത്. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചെറു ശുഹദാക്കളെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചെറൂചിന്ത് നിരോധിക്കപ്പെടുന്നു. അതുപോലെ ഈ ചെറൂർ ശുഹദാക്കളുടെ ഖബറിന്റെ സന്ദർശനം നിരോധിക്കുന്നു. ആ നിരോധനത്തെ അതിലംഘിച്ചുകൊണ്ടാണ് ആലി മുസ്ലിയാര് ചെറൂർ ശുഹദാക്കളുടെ ഖബർ സന്ദർശിക്കാൻ പോകുന്നത്. അപ്പൊ ആ സന്ദർശനം ഒരേ സമയം ആത്മീയവും രാഷ്ട്രീയവുമായിട്ടുള്ള ഒരു ഇടപെടൽ കൂടിയായിരുന്നു.
അതിനുശേഷം എല്ലാ വെള്ളിയാഴ്ചകളിലും മാപ്പിളാര് പിന്നെ ഖബർ സന്ദർശനം പതിവാക്കി എന്നാണ് പറയുന്നത്. അതിലൂടെ ആളുകൾ വീണ്ടും ഊർജം ഏറ്റെടുക്കുന്നു. ഈ ശുഹദാക്കളെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ അലി മുസ്ലിയാരും കൂട്ടാളികളും തിരുവങ്ങാടി പള്ളിയിൽ തമ്പടിക്കുന്നു. അപ്പോൾ തിരുവങ്ങാടി പള്ളിയുടെ ചുറ്റും പട്ടാളം വളയുന്നു. അപ്പോൾ ആ സമയത്ത് ലവക്കുട്ടിയെ പോലെയുള്ള ആളുകൾ അലി മുസ്ലിയാരോട് സമ്മതം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ മുന്നോട്ടിറങ്ങിയിട്ട് പോയി ഷഹീദാകട്ടെ എന്ന് സമ്മതം ചോദിക്കുന്നു. അലി മുസ്ലിയാർ സമ്മതം കൊടുക്കുന്നുണ്ട് ആ സമയത്ത് യഥാർത്ഥത്തിൽ. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ വേറെ വിധത്തിൽ ആലോചിച്ചാൽ നമ്മൾ സൂയിസൈഡ് ബോംബർ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സംഗതി തന്നെയാണ്. അത്രയും പട്ടാളക്കാർ വളഞ്ഞു നിൽക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് പോയിട്ട് വേണ്ടത്ര ആയുധങ്ങളില്ലാതെ പോയാൽ കൊല്ലപ്പെടുന്ന ഉറപ്പാണ്. എന്നിട്ടും അതിന് പോകാൻ തയ്യാറാവുന്നു. ഈ മമ്പുറത്തെ ഈ ഒരു തിരുവങ്ങാടിയിൽ ഈ പള്ളി വളയലിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അതിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്ന്, പള്ളിക്ക് മുസ്ലിം സമൂഹം കൽപ്പിച്ചു നൽകിയിരുന്ന ഒരു പ്രാധാന്യം. തിരുവങ്ങാടി പള്ളിക്ക് കൊണ്ടു, തിരുവങ്ങാടി പള്ളി പട്ടാളം വളഞ്ഞു എന്ന വാർത്തയാണ് ഒരു കാട്ടുതീ പോലെ മലബാറിൽ മൊത്തം പരക്കുന്നത്. അതാണ് മൊത്തം മലബാർ പോരാട്ടത്തെ പ്രചോദിപ്പിക്കുന്ന ഒരു നിർണായകമായ സംഗതി. അപ്പൊ ഈ ഒരു ഇത് മലബാർ തിരുവങ്ങാടി പള്ളിക്ക് മാത്രമുള്ള പ്രശ്നമല്ല. ഇത് മലപ്പുറം പടയുടെ സമയത്ത്, 17-ാം നൂറ്റാണ്ടിലെ മലപ്പുറം പടയുടെ സമയത്ത് മലപ്പുറത്തെ പള്ളി പൊളിക്കാൻ വേണ്ടിയിട്ട് നായർ പടയാളികൾ വന്നപ്പോൾ ഇതേപോലെ മാപ്പിള പോരാളികള് പള്ളിയിൽ സംഘടിക്കുകയും 44ഓളം പോരാളികള് ഷഹീദാവുകയും ചെയ്തിട്ടുണ്ട് അവിടെ വെച്ചിട്ട്. അന്ന് പാറനമ്പിയുടെ അന്നത്തെ അധികാരിയായിരുന്ന പാറനമ്പിയുടെ ആളുകള് അവസാന ഘട്ടത്തില് ഒരു അനുരഞ്ജനത്തിന് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് അവർ പറയാൻ ശ്രമിക്കുന്നു, അന്ന് ഈ ഓല കൊണ്ടുണ്ടാക്കിയ പള്ളിയാണ്, ഞങ്ങൾക്ക് ഈ പള്ളിന്റെ ഒരു ഓലക്കൊടി കത്തിച്ചിട്ട് ഒരു പുല്ല് കത്തിച്ചിട്ട് ഞങ്ങൾ പോയിക്കോളാം, പക്ഷെ അതെങ്കിലും കത്തിക്കാനുള്ള ഒരു സാവകാശം ഞങ്ങൾക്ക് തരണം എന്ന് നായർപ്പടകൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിന് അവിടെ കൂടിയ മാപ്പിള പോരാളികൾ കൊടുത്ത മറുപടി പള്ളിയുടെ ഒരു ഓല പോലും തൊടാൻ പറ്റില്ല എന്നുള്ളതാണ്. ഞാനിതിങ്ങനെ ഓരോന്ന് പറയുന്നത് എന്തിനാന്ന് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ആലോചിക്കാം. നമ്മൾ ഓരോ ദിവസവും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ പ്രദേശത്തുള്ള പള്ളികൾ ബുൾഡോസർ തകർച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പള്ളിക്ക് മുസ്ലിം സമൂഹം കൊടുത്തിരുന്ന ഒരു പ്രാധാന്യം മലപ്പുറം പടയിൽ കാണാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരുവങ്ങാടിയിലെത്തുമ്പോൾ നമ്മൾ വീണ്ടും അതേ സംഗതി ആവർത്തിക്കുന്നു. പള്ളിക്ക് വെടിവെക്കുന്നു എന്നതാണ് മൊത്തം മലബാറിന്റെ മാപ്പിളമാരെ പ്രചോദിപ്പിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഈ പള്ളിയില് ആളുകൾ കൂടിയല്ലോ, തിരുവങ്ങാടി പള്ളിയിൽ അലി മുസ്ലിയാർ കയ്യിലുള്ള ആളുകൾ കൂടിയിരിക്കുന്നു. ആ പള്ളിയിൽ എന്തൊക്കെയുള്ളത്? ഇവരെ കയ്യിൽ തോക്കുണ്ട്, വാളുണ്ട്. ആ പള്ളിയിൽ തോക്ക് വെക്കുവോ വാള് വെക്കുവോ, അത് മരത്തിന്റെ വാളാണോ മറ്റേ വാളാണോ എന്നുള്ള ചർച്ച അല്ല ഇവിടെ പ്രധാനം. തോക്കല്ലുണ്ടെന്ന് പറയും. അപ്പോൾ ആയുധം പള്ളിയിൽ സംഭരിച്ചു വെക്കുന്നു. പള്ളി പോരാട്ടത്തിന്റെ കേന്ദ്രമാവുന്നു. അവസാനം അലി മുസ്ലിയാർ തീരുമാനിക്കുകയാണ്, പള്ളി ഇനി അവിടെ നിന്ന് പോരാട്ടം നടത്തിയാൽ പള്ളി തകർക്കപ്പെടും, അതുകൊണ്ട് കീഴടങ്ങാൻ തയ്യാറാവുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പള്ളിയുടെ പവിത്രത, ശുഹദാക്കളുടെ പവിത്രത, അതേസമയം തന്നെ ഇതിൽ നിന്നൊക്കെ തന്നെ ഒരു ഊർജം കൈവരിക്കുന്ന ഒരു സംഗതി കൂടി നമുക്ക് അലി മുസ്ലിയാരുടെ മാപ്പിളമാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. ഇതേപോലെ തന്നെ മമ്പുറം തങ്ങളിൽ നിന്ന് അലി മുസ്ലിയാർക്ക് എത്തുമ്പോൾ അതേ അച്ചടി പോലെയുള്ള കുറെ കണ്ടിന്യൂറ്റി ഉണ്ട്. പ്രത്യേകിച്ചും ബ്രിട്ടീഷ് രേഖകളിൽ നോക്കിയാൽ, ബ്രിട്ടീഷ് രേഖകളിൽ മമ്പുറം തങ്ങളെ കുറിച്ച് പറയുന്നത് മമ്പുറം തങ്ങളുടെ എതിരെയുള്ള കുറ്റപത്രമായിട്ട്, അദ്ദേഹത്തെ മമ്പുറം ഫസൽ തങ്ങൾ നാട് കടത്താനുള്ള കുറ്റപത്രമായിട്ട് പറയുന്നത് അദ്ദേഹം ഇവിടെയുള്ള നിയമങ്ങൾ പാലിക്കുന്നില്ല, ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾ പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല, മമ്പുറം തങ്ങൾ സ്വയം ഒരു ജഡ്ജ് ആയിട്ട് ആൾക്കാരുടെ പ്രശ്നം പരിഹരിക്കുന്നു. അപ്പൊ ബ്രിട്ടീഷുകാരുടെ അതോറിറ്റിനെ, ബ്രിട്ടീഷുകാരുടെ നിയമത്തെ, അവരുടെ ജൂറിഡിക്കൽ അതോറിറ്റിയെ, ജുഡീഷ്യറിനെ നിരാകരിക്കുന്നു എന്നതായിരുന്നു അവരുടെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, അവർക്ക് നികുതി വേണ്ടത്ര കൊടുക്കുന്നില്ല. മൂന്നാമത്തെ ഒരു പ്രശ്നമായിട്ട്
വന്നത് ഇവര് സ്വയം മിലിറ്ററി ക്യാമ്പയിന് നടത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ 1802 മലബാറിലെ കളക്ടറായിരുന്ന ആള് വില്യം ലിയോട്ട് സംതിങ് മൂപ്പര് പറയുന്നുണ്ട്, ആ സമയത്ത് സ്വാഭാവികമായിട്ടും ടിപ്പു സുൽത്താന് ശേഷം 1802 ടിപ്പു സുൽത്താൻ 1792 മലബാർ ശ്രീരംഗപട്ടണം ട്രീറ്റിയുടെ ഭാഗമായിട്ട് മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനത്തിലാവുന്നു. അതിനുശേഷം 1800 ആകുമ്പോൾ തന്നെ മലബാറിൽ ഒരുപാട് നിയമങ്ങൾ പ്രത്യേകമായി കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ചും മലബാറിലെ മാപ്പിളമാര് ആയുധങ്ങൾ കൈവശം വെക്കുന്നതിനെതിരെയുള്ള നിയമങ്ങൾ, മലപ്പുറം കത്തി മുതലുള്ള എല്ലാ സാധനങ്ങളും. അപ്പോൾ മാപ്പിളമാരെ നിരായുധീകരിക്കുക എന്ന വളരെ ബോധപൂർവമായ ഒരു ശ്രമം. അപ്പൊ ആ സമയത്ത് കളക്ടർ പറയുന്നത്, ഇവിടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർക്കാരുണ്ട്, അപ്പൊ സർക്കാരാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. നിങ്ങളുടെ സമാധാനം, സ്വാസ്ഥ്യം, സെക്യൂരിറ്റി എന്നത്, സുരക്ഷ എന്നത് ബ്രിട്ടീഷ് കമ്പനിയുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ബ്രിട്ടീഷ് കമ്പനി സെക്യൂരിറ്റി തരുന്നുണ്ട്, സുരക്ഷ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് വേറെ ആരും ആയുധം കൈവശം വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയുധ നിരോധന നിയമം പാസ്സാക്കുന്നത്. അപ്പൊ ആ നിയമത്തെയാണ് ശരിക്കും ലംഘിക്കുന്നത്. ആയുധം സ്വയം കൈവശം വെക്കുന്നതോട് കൂടിയിട്ട് ആ നിയമത്തെ ലംഘിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ജുഡീഷ്യറിനെ, നിയമങ്ങളോടുള്ള നിരന്തരമായിട്ടുള്ള ഒരു ലംഘനം മമ്പുറങ്ങളിൽ കാണാൻ പറ്റുമായിരുന്നു. ആലി മുസ്ലിയാരും കാണാൻ പറ്റുന്നുണ്ട്. അത്തംകുരിക്കളുണ്ട്. അത്തംകുരിക്കള് പറ്റി ബ്രിട്ടീഷുകാർ പറയുന്ന അദ്ദേഹം ഒരു പാരലായിട്ടുള്ള വേറൊരു നിയമ സംവിധാനം രൂപീകരിച്ച് കണ്ട് നടത്തുന്നുള്ളതാണ്. മമ്പുറങ്ങളെ പറ്റി പറയുന്നത് ഒരു ഇമ്പീരിയം ഇൻ ഇമ്പീരിയം, ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനകത്ത് മറ്റൊരു സാമ്രാജ്യം അദ്ദേഹം സൃഷ്ടിച്ചു എന്നാണ് ബ്രിട്ടീഷുകാരുടെ കുറ്റപത്രം. അതുപോലെ പിന്നെ പറയുന്നത് അദ്ദേഹം ഒരു കൗണ്ടർ അതോറിറ്റി ആയിട്ട് മാറുന്നു, അദ്ദേഹം നിയമങ്ങൾക്ക് അതീതമാകുന്നു, അദ്ദേഹം സ്വയം രാജാവാകുന്നു എന്നതൊക്കെയാണ്. ഇതേ സംഗതികൾ തന്നെയാണ് ആലി മുസ്ലിയാരിലെത്തുമ്പോൾ ആലി മുസ്ലിയാർക്കെതിരെയും ബ്രിട്ടീഷുകാർ വെക്കുന്ന കുറ്റപത്രം. അദ്ദേഹം സ്വയം അധികാരിയാകുന്നു, രാജാവാകുന്നു, അദ്ദേഹം നിയമങ്ങൾക്ക് അതീതമായി പണിയെടുക്കുന്നു. ഇങ്ങനെയുള്ള സംഗതികളാണ് ആലി മുസ്ലിയാർക്കെതിരെയുമുള്ള കുറ്റപത്രം. അപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മമ്പുറങ്ങളുടെ ഒരു കണ്ടിന്യൂറ്റി വളരെ കൃത്യമായി ആലി മുസ്ലിയാരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നതാണ്. പിന്നെ ഇതോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതി, ഞാൻ പറഞ്ഞ മലബാർ സമരത്ത് നമ്മൾ വായിക്കുമ്പോൾ അത് കേവലം ഈ 4 മാസത്തെ പോരാട്ടം മാത്രമല്ല വായിക്കേണ്ടത്. അതിനൊരു വളരെ നീണ്ട ഒരു ചരിത്രമുണ്ട്, ഒരു ആന്റി കൊളോണിയൽ പാരമ്പര്യമുണ്ട്, ഒരു ആന്റി ഫ്യൂഡൽ പാരമ്പര്യമുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആത്മീയ വശം അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അത് സൈനുദ്ദീൻ മഖ്ദൂം മുതൽ അദ്ദേഹത്തിന്റെ തൂഫ മുതൽ തന്നെ നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത്. ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയുമ്പോൾ ക്രൂസൈഡേഴ്സ് അല്ലെങ്കിൽ നസ്രാണികളാ, ഫ്രഞ്ച് പറങ്കികൾ വെച്ച് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് നസ്രാണികൾ എന്ന് പറയുന്നുണ്ട്. ഇത് മമ്പുറം തങ്ങളിലും കാണാൻ പറ്റും. ഇപ്പോൾ മൊയ്മലയമ്മ സൈഫുൽ ബത്താർ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ്. സൈഫുൽ ബത്താർ എടുത്തു നോക്കിയാൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്ത് ശത്രു കീഴ്പ്പെടുത്തുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിന് ഫത്വ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഫത്വകളിലൂടെ ഇതിനെ പ്രചോദിപ്പിക്കുക. മഖ്ദൂം ചെയ്തെന്താ, മഖ്ദൂമിന്റെ തൂഫയിൽ മഖ്ദൂം തൂഫ എഴുതുന്നതിന് കാരണമായി കണ്ടെന്ന് പറയുന്നത്, ഇവിടെ അക്രമികൾ വരുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ ഒരു അധികാരി ഇല്ല. ആ അധികാരി ഇല്ലാത്ത സന്ദർഭത്തിൽ ജിഹാദ് ഫർള് ഐനായി മാറുന്നു എന്ന് പറയാനും കൂടിയാണ് അദ്ദേഹം ആ കിതാബ് എഴുതുന്ന അദ്ദേഹം തന്നെ ആമുഖത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ജിഹാദ് ഫർള് ഐനായി മാറുന്ന ഒരു സംഗതി. അപ്പൊ അതേ സംഗതി തന്നെ മമ്പുറങ്ങൾ പറയുന്നു. അപ്പോ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, മഖ്ദൂമുമാര്, മമ്പുറന്തങ്ങന്മാര്, അലി മുസ്ലിയാര്, ഇതെല്ലാം നമ്മൾ ഒരേ പാരമ്പര്യത്തിൽ വെച്ച് വായിക്കേണ്ട ഒരു സംഗതിയാണ്. ഇതെല്ലാം തന്നെ ആഗോളവും ദേശീയപരവും വളരെ റീജിയണലും ആയിട്ടുള്ള
മൂന്ന് ഘടകങ്ങളും കൂടിച്ചേർന്നിരിക്കുന്ന സംഗതിയാണ്. അതിനെ മൂന്നിനെയും കൂട്ടി തന്നെ വായിക്കണം. ഇപ്പൊ ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണല്ലോ അലി മുസ്ലിയാർ പിന്നെ വരങ്ങോന്നൊക്കെ പിന്നെ ഉയർന്നു വരുന്നത്. അപ്പൊ ഈ ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ശരിക്ക് നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ 857 മുഗൾ ഭരണം അവസാനിക്കുന്നതോട് കൂടിയിട്ട് വളരെ വലിയൊരു നിരാശാജനകമായ അവസ്ഥ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ഒരു പോരാട്ടം പരാജയപ്പെടുന്നു. അപ്പൊ ആ സമയത്ത് 1860കളിൽ ബ്രിട്ടീഷ് രാജ്ഞി ആവശ്യപ്പെടുകയാണ്, ഇന്ത്യയിലുള്ള ബ്രിട്ടന്റെ എല്ലാ പ്രജകളും ബ്രിട്ടീഷ് രാജ്ഞിക്ക് ലോയൽറ്റിക്ക് എന്താ പറയാ, വിധേയത്വം പ്രഖ്യാപിക്കണം. ബയ്യത്ത് കൊടുക്കേണ്ടത് ബ്രിട്ടീഷ് രാജ്ഞിക്കാണ്. അപ്പൊ ഈ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ചർച്ച മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രജകളാണോ, അതല്ല ഖലീഫയുടെ പ്രജകളാണോ, ഒട്ടോമൻ ഖലീഫയുടെ പ്രജകളാണോ? അപ്പൊ ഈ സമയത്തുള്ള ചർച്ചയിലെ ഒരു വളരെ പ്രസക്തമായ സാധനം, ഖിലാഫത്ത് എന്നത് കേവലം ഒരു ആത്മീയമായിട്ടുള്ള അധികാരം മാത്രമാണ് നമ്മുടെ മേലിലുള്ളത്, അതല്ല രാഷ്ട്രീയപരമായ അധികാരം കൂടി ഖിലാഫത്തിന് നമ്മുടെ മേലിലുണ്ടോ? അപ്പൊ അങ്ങനെയാണ് എങ്കിൽ, രാഷ്ട്രീയപരമായ അധികാരം കൂടി ഉണ്ട് എങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഖലീഫയുടെ പ്രജകളാണ്, അവർക്കൊരിക്കലും ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രജകളാകാൻ സാധ്യമല്ല. അപ്പൊ അതിനുശേഷം 1880കളിൽ ഖിലാഫത്ത് മൂവ്മെന്റ് ശരിക്കും 1914 തുടങ്ങുന്ന സാധനമല്ല. 1880കളിൽ തന്നെ ഒരുപാട് അഞ്ചുമാനെ കാഴ്ബ സംരക്ഷിക്കാനുള്ള സൈന്യത്തെ ഉണ്ടാക്കുന്നുണ്ട്. തുർക്കിയിലേക്ക് മെഡിക്കൽ മിഷനെ പറഞ്ഞയക്കുന്നുണ്ട്. പിന്നെ ഒട്ടോമൻ നേവി ആർമി ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒട്ടോമൻസിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നേവി, അതുപോലെ കാഴ്ബനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആർമി ഒക്കെ ഇന്ത്യയിൽ വെച്ച് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് 1880കളിലും 90കളിലുമാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു കണ്ടിന്യൂറ്റിയിലാണ് ശരിക്ക് 1914 ഒന്നാം ലോക മഹായുദ്ധവും അതിനുശേഷമുള്ള തുർക്കിയുടെ പതനവും പിന്നെ ഖിലാഫത്തിന്റെ പതനവും ഒക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു തുടർച്ചയിലാണ് ശരിക്ക് ഖിലാഫത്ത് മൂവ്മെന്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഖിലാഫത്ത് മൂവ്മെന്റിലേക്കാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ ചേർന്ന് വരുന്നത്. ഇങ്ങനെ ചേർന്ന് വന്നത് ഒരു ഘട്ടത്തിൽ ദേശീയ പ്രസ്ഥാനവുമായിട്ട് സന്ധിക്കുന്നു. ഇത് രണ്ടും ഒറ്റൊന്നായിട്ട് മാത്രം വായിക്കാൻ പറ്റൂല, ഞാൻ അതും കൂടെ പറയുന്നത്. ഖിലാഫത്ത് മൂവ്മെന്റ് ദേശീയ പ്രസ്ഥാനവുമായിട്ട് ചേരുകയാണ് ഒരു ഘട്ടത്തിൽ. അങ്ങനെ ഒരു ദേശീയ പ്രസ്ഥാനമായിട്ടും കൂടി ഖിലാഫത്ത് മൂവ്മെന്റിനെ വായിക്കാൻ സാധിക്കുന്ന രീതിയിൽ അത് വളരുന്നു, പോരാട്ടങ്ങൾ ഉണ്ടാവുന്നു. ആ പോരാട്ടങ്ങളുടെ തുടർച്ചയിലാണ് പിന്നീടുള്ള സംഗതിയൊക്കെ ഉണ്ടാവുന്നത്. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് ജസ്റ്റ് ഒരു ഒറ്റ കാര്യം കൂടി പറയാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഇവരെ ഷഹാദത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഈ മലബാറിൽ ഇപ്പം പറഞ്ഞ ഈ പോരാളികൾ, നമ്മളിപ്പോൾ ചെറുപട പടയായാലൊക്കെ അതിൽ കാണാൻ പറ്റുന്ന സംഗതി, ഇവർ ഒരു ജന്മിയുടെ വീട് ആക്രമിക്കും, എന്നിട്ട് അവിടെ കുറേ സമയം നിൽക്കും, എന്നിട്ട് വരുന്നവരൊക്കെ കൊല്ലും, എന്നിട്ട് ബ്രിട്ടീഷ് പട്ടാളം വരും, എന്നിട്ട് ചാടി വീണിട്ട് മാക്സിമം ആൾക്കാരെ കൊല്ലും, എന്നിട്ട് സ്വയം ഷഹീദാകും. അതൊന്നെങ്കിൽ അവിടെ തന്നെ ആവും, അല്ലെങ്കിൽ അടുത്ത അമ്പലത്തിലേക്കാരം, അല്ലെങ്കിൽ അടുത്ത പള്ളിയിലേക്കാരം. അപ്പൊ ഇതാണ് സ്ഥിരം സംഗതി. ഈ മലബാറിൽ നടന്നിട്ടുള്ള എല്ലാ ഇങ്ങനത്തെ ചെറിയ പോരാട്ടങ്ങളും ഇതേ പാറ്റേണിലാണ്. കുറച്ച് ആൾക്കാർ പോയിട്ട് ജന്മിനെ ആക്രമിക്കുന്നു, അവിടെ വരുന്ന ആൾക്കാരെ ആക്രമിക്കുന്നു, അതിനുശേഷം ബ്രിട്ടീഷ് പട്ടാളം വരുമ്പോൾ ചാടി വീഴുന്നു, ഷഹീദാവുന്നു. ഇതേ സംഗതി യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഫലസ്തീനെ, ഗസനെയൊക്കെ മനസ്സിലാക്കാൻ മലബാറിനെ പഠിച്ച ഒരുപക്ഷെ സാധ്യമാവും. വെസ്റ്റ് ബാങ്കിലൊക്കെ ആളുകൾ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ജോർദാനൊക്കെ ആളുകൾ പോയിട്ട് സാധാ കറിക്കത്തേറ്റൊക്കെ പോവുക, എന്നിട്ട് തോക്കിട്ട് നിൽക്കുന്ന 3-4 പട്ടാളക്കാരുടെ ഒരു പട്ടാളക്കാരനെ കുത്തിയിട്ട്, അപ്പോൾ ഉറപ്പാണ് അവരെ തിരിച്ച് വെടിവെക്കുന്നു, ഷഹീദാവുന്നു. അതിനുവേണ്ടി മാത്രം പോകുന്ന അതേപോലെയുള്ള പോരാട്ടമാണ് മലബാറിൽ നടന്നിട്ടുള്ളത്. ഇത് നമ്മളിപ്പോൾ ഗസയിലെ പോരാട്ടത്തിൽ കണ്ട കുറേ വീഡിയോസ് ഉണ്ട്. ടാങ്കറിന്റെ നേരെ ഓടി എടുത്തിട്ട് ബോംബ് അതിൽ കൊണ്ടേ വെക്കുന്ന വീഡിയോസ്. ഇതേപോലെയുള്ള പോരാട്ടം മലബാറിൽ നടന്നിട്ടുണ്ട്. മരത്തിന്റെ മുകളിൽ നിന്നിട്ട്
ബ്രിട്ടീഷുകാരുടെ കവചിത വാഹനം വരുന്നു, അതിന് മുകളിൽ മാത്രമാണ് ഹോളുള്ളത്. മരത്തിന് മുകളിൽ കാത്തുനിന്നിട്ട് അവർ വരുമ്പോൾ അതിലേക്ക് ബോംബിടുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പോരാട്ട മാർഗങ്ങളടക്കം ഇവിടുത്തെ മാപ്പിളമാർക്ക് തന്നെ സാധ്യമായിട്ടുണ്ട്. അപ്പൊ ഇതിലൂടെ സംഭവിക്കുന്നത് എന്താ? സാധാരണഗതിയിൽ ഒരു പരമാധികാരി എന്ന് പറഞ്ഞാൽ, ഒരു സോവറിനായ ഒരാൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഫിറോൻ പറഞ്ഞതാണ് പരമാധികാരത്തിന്റെ ഒരു വശം. അതായത് എനിക്ക് കൊല്ലാൻ കഴിയും, നിങ്ങളെ എപ്പോഴാണോ മരിക്കേണ്ടത് എനിക്ക് തീരുമാനിക്കാൻ കഴിയും, ആരാണ് ജീവിക്കേണ്ടത് എനിക്ക് തീരുമാനിക്കാൻ കഴിയും. അപ്പൊ എപ്പോൾ കൊല്ലണം, എവിടെ വെച്ച് കൊല്ലണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു സംഗതിയാണ് പരമാധികാരം. മറിച്ച് ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഈ പോരാളികൾ തീരുമാനിക്കുകയാണ് ഞാൻ എവിടെ വെച്ചാണ് മരിക്കേണ്ടത്. അള്ളാഹ് തീരുമാനിക്കുന്നതാണ്, അതിനപ്പുറം എപ്പോഴാണ് മരിക്കേണ്ടത് എന്ന് ഈ പോരാളികൾ കൂടി തീരുമാനിക്കുന്നതാണ്. അപ്പൊ ഇതാണെങ്കിൽ ഒരു നിസ്സഹാവസ്ഥയിൽ നിന്ന് ഉണ്ടാവുന്നതല്ല. ഇപ്പോൾ പണിക്കരെ പോലെയുള്ള പണിക്കരെ പോലെയുള്ള ആളുകൾ മലബാർ സമരത്തെ വളരെ രസകരമായി പഠിച്ച ആളാണ്, വളരെ പോസിറ്റീവ് പഠിച്ച ആളാണ്. പക്ഷെ അദ്ദേഹം തന്നെ ഇങ്ങനെയുള്ള ഗറില്ല പോരാട്ടത്തെ, സൂയിസൈഡലായ പോരാട്ടത്തെ അദ്ദേഹം മനസ്സിലാക്കുന്നത് ഒരു നിസ്സഹായാവസ്ഥയിൽ നിന്നുണ്ടായത് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ കാണാൻ പറ്റുന്നത് നിസ്സഹായാവസ്ഥയിൽ നിന്നല്ല അത് ഉണ്ടാവുന്നത്. ഇപ്പൊ കുഞ്ഞിക്കോയത്തങ്ങൾ പോലെയുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, മറ്റു മുസ്ലിങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ അതിന്റെ കൂടെ നിൽക്കലും പോരാടലും ഷഹീദാകലും എൻ്റെ ബാധ്യതയാണ്, തങ്ങളെന്ന നിലയ്ക്ക് എൻ്റെ ബാധ്യതയാണ് എന്നുള്ളത്. അപ്പൊ യാതൊരു പ്രയാസവും അനുഭവിക്കാത്ത തങ്ങന്മാര് ഒക്കെ എന്തിനാ അതിന് ഭാഗവാക്കാവുന്നത്? അപ്പൊ ഇങ്ങനെ ഭാഗവാക്കാവുന്നത് നിസ്സഹായാവസ്ഥയല്ല, മറിച്ച് കൃത്യമായ ആത്മീയമായിട്ടുള്ള ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള നിലവിലുള്ള ബ്രിട്ടീഷ് പരമാധികാരത്തെ അതിർലംഘിക്കുന്ന ഒരു പോരാട്ടത്തിന്റെ മാർഗം കൂടിയാണ് ഷഹാദത്ത്. അങ്ങനെയുള്ള പരമാധികാരത്തെ, അത് ഏത് പരമാധികാരമാണെങ്കിലും അത് നിരാകരിക്കുവാനുള്ള ഒരു ആത്മീയ സാരാംശം കൂടി ആലി മുസ്ലിയാരെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് മാത്രം പറയുന്നു. അസ്സലാമു അലൈക്കും.